ഹലോ, ഇതപ്പോൾ കസിൻ്റെ മാരേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്, റിസപ്ഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ റിസപ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോണത്. 2 വണ്ടിയുണ്ട്. ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലൊന്നും ആരും കളിക്കാനൊന്നും എണീച്ചില്ല. പിന്നെ 2.5 മണിക്കൂറോളം യാത്ര ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ ചെറിയ രീതിയിലൊക്കെ ചുവടുകൾ വെച്ച് എല്ലാവരും എണീച്ച് കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് പോണത് അവരുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് അവിടെ പോവില്ല. ട്രാവലർ മുന്നേ പോയിട്ടുണ്ടായിരുന്നു, അത് അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നടക്കുകയാണ് കേട്ടോ. കുറച്ച് ചളിയൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ അടിച്ച് ഇങ്ങനെ ജസ്റ്റ് നടന്ന് അങ്ങനെ കുറച്ചാണ് നടക്കാനുള്ളൂ. അപ്പോൾ ഇതാണ് അഖിലിൻ്റെ വീട് വരുന്നത്. ഇനി തൊട്ട് രേഷ്മി ഇവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കണ്ടിട്ട് അവരുടെ റൂമിലേക്കും കയറി. അവരുടെ റൂം വരുന്നത് മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ റൂം വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ നോക്കിയിരിക്കുമ്പോൾ അതാ ഒരു അക്വേറിയം, അതേപോലെ കുറേ ഗോൾഡൻ ഫിഷിനൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. വീടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ വേഗം ഓഡിറ്റോറിയത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ്. അവരും വരുന്നുണ്ട് ഓഡിറ്റോറിയത്തേക്ക്. അങ്ങനെ ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് നടക്കണ ഇടയിൽ എനിക്കൊരു കുട്ടിയെ കിട്ടി. ഇതും ഏകദേശം എൻ്റെ ഒരു കസിനായിട്ട് വരും. അവരുടെ ഒരു കുട്ടിയാണ്. അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ നടന്നു. ഇതായ കൈ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ കുട്ടിയാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഇതാണ് ഓഡിറ്റോറിയം വരുന്നത്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ അവിടെ ബാക്കി ചടങ്ങുകളും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ട് അവിടെ ഇരുന്നു. പിന്നെ അങ്ങനെ കേക്ക് കട്ടിയിലും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയിട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും വേറെ വേറെ ഫാമിലി ആയിട്ടൊന്നും നിന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നു. ഈ ഒരു വലിയൊരു ഫാമിലി, ഞങ്ങളെല്ലാവരും ഫാമിലി തന്നെയാണ്. പക്ഷേ അവളുടെ അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിൽ മാത്രം എടുത്താൽ തന്നെ വലിയ ഫാമിലിയാണ്. ഇതിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളങ്ങനെ ഒറ്റയടിക്ക് നിന്നു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറി കഴിക്കാൻ തുടങ്ങി. ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അവിടെയും ചളിയടിക്കലിനും കോമഡിക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒപ്പം തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ ബസ്സിലത്തെ കലാപരിപാടികൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എവിടെ പോയി വന്നാലും ബസ്സിലാണോ ഞങ്ങൾ ഡാൻസ് കളിച്ചിരിക്കും. ഇവിടെ അങ്ങനെ ചെറിയവർ വലിയവർ ഈ ഒരു വ്യത്യാസമൊന്നുമില്ലാതെ അടിച്ച് പൊളിച്ച് തകർത്ത് ഇപ്രാവശ്യം ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എല്ലാവരും. ഏട്ടൻ പോയി. അങ്ങനെ ഓരോരുത്തരും പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഓരോരുത്തരും ആ രീതിക്ക് പോകാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഉണ്ണി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് ഷോക്കൊക്കെ കാട്ടി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ അവളുടെ കല്യാണവും റിസപ്ഷനും അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് നടത്താനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് റിസപ്ഷൻ്റെ വിശേഷങ്ങൾ വരുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡഡ് ആണ്. കാണാത്തവർ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.